തിരുവമ്പാടി നിയോജകമണ്ഡലത്തിലെ വികസന മുരടിപ്പിനെതിരെ എന്നതുൾപ്പെടെ വിവിധ മുദ്രാവാക്യങ്ങളുമായി ബി.ജെ.പി. പ്രവർത്തകർ ലിൻഡോ ജോസഫ് എം.എൽ.എയുടെ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. മാർച്ച് ബി.ജെ.പി. സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് വി.പി. ശ്രീപത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. 10 വർഷത്തെ ഇടതുപക്ഷ ഭരണത്തിൽ കേരളത്തിൽ ആരോഗ്യമേഖലയും വിദ്യാഭ്യാസ മേഖലയും പൂർണ്ണമായി തകർന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവമ്പാടി നിയോജകമണ്ഡലത്തിലെ വികസന മുരടിപ്പിനും കാർഷിക മേഖലയുടെ തകർച്ചയിലും എം.എൽ.എയുടെ കെടുകാര്യസ്ഥതയ്ക്കുമെതിരെ എന്ന മുദ്രാവാക്യമുയർത്തിയാണ് എൻ.ഡി.എ നേതൃത്വത്തിൽ ലിൻഡോ ജോസഫ് എം.എൽ.എയുടെ മുക്കത്തെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. മാർച്ച് ബി.ജെ.പി. സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് വി.പി. ശ്രീപത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. 10 വർഷത്തെ ഇടതുപക്ഷ ഭരണത്തിൽ കേരളത്തിൽ ആരോഗ്യമേഖലയും വിദ്യാഭ്യാസ മേഖലയും പൂർണ്ണമായി തകർന്നെന്ന് അദ്ദേഹം പറഞ്ഞു. സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമായി. വന്യജീവി ആക്രമണവും കൃഷിനാശവും നിത്യസംഭവമായി. 33 ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യ റേഷനും 35 ലക്ഷം കുടുംബങ്ങൾക്ക് ആരോഗ്യ ഇൻഷുറൻസും നൽകുന്ന കേന്ദ്ര സർക്കാരാണ് കേരളത്തെ പിടിച്ചു നിർത്തുന്നത്. കേന്ദ്രം 27 ലക്ഷം പേർക്ക് നൽകുന്ന കിസാൻ സമ്മാൻ നിധി അല്ലാതെ കൃഷിക്കാർക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു സഹായവും ലഭിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ദേശീയപാത വികസനത്തിന് കേന്ദ്ര സർക്കാരിൻ്റെ 63,000 കോടി രൂപയുടെ പദ്ധതികളാണ് കേരളത്തിലുടനീളം ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഏറ്റവും വലിയ വികസന പ്രവർത്തനം നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക സഹായം, അതായത് ഏതാണ്ട് 96% കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക സഹായം കൊണ്ട് നടക്കുന്ന ദേശീയ ഹൈവേ 66 വികസനമാണ്. 62,000 മുതൽ 63,000 വരെ കോടി രൂപ ചെലവഴിച്ചിട്ടാണ് ദേശീയ ഹൈവേ വികസിപ്പിക്കുന്നത്. നാഷണൽ ഹൈവേ 66 കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേരളത്തിലെ ജീവനാഡിയാണ്. അതിൽ സംസ്ഥാന സർക്കാരിൻ്റെ പങ്കാളിത്തം എന്ന് പറയുന്നത് 5,000 കോടി രൂപയാണ്. അപ്പോൾ ഏതാണ്ട് 96% ആ കാര്യത്തിന് വേണ്ടി നീക്കിവെക്കുന്നത് നമ്മുടെ കേന്ദ്ര സർക്കാരാണ്. അതാണ് കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ വികസന പ്രവർത്തനം. ഇനി കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ ക്ഷേമ പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ 5,88,000 മഞ്ഞ കാർഡ് ഉടമകൾക്ക്, റേഷൻ കാർഡ്, മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് ഒരു കാർഡിന് 35 കിലോ അരി സൗജന്യമായി കൊടുക്കുന്നു. അതാണ് കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ ക്ഷേമ പദ്ധതി. ഇതിൽ ഒരു മണി അരി പോലും പിണറായിൻ്റെ അല്ല. ചടങ്ങിൽ ബി.ജെ.പി. മുക്കം മണ്ഡലം പ്രസിഡന്റ് പി.എസ്. അഖിൽ അധ്യക്ഷനായി. ബി.ജെ.പി. ജില്ലാ ജനറൽ സെക്രട്ടറി ഗിരീഷ് ലെവള്ളി, വൈസ് പ്രസിഡന്റ് ഷാൻ കട്ടിപ്പാറ, സെക്രട്ടറി ലിബിൻ ബാലുശ്ശേരി, എൻ.പി.പി. ജില്ലാ പ്രസിഡന്റ് ജോയ് മോളത്ത്, 2020 നേതാവ് ബിനു ജോസഫ്, ബി.ജെ.പി. തിരുവമ്പാടി മണ്ഡലം പ്രസിഡന്റ് സെബാസ്റ്റ്യൻ തോപ്പിൽ, പ്രമോദ് കുമാർ, അനന്തനാരായണൻ, പ്രജീഷ് പൂക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. മുക്കം മിനി പാർക്കിന് സമീപത്ത് നിന്ന് ആരംഭിച്ച പ്രകടനത്തിന് ബാബു മൂലയിൽ, പി. പ്രേമൻ, സി. സുന്ദരൻ, വിനോദ് ചേറ്റൂർ, ബാലകൃഷ്ണൻ വണ്ണക്കോട്, യു.ടി. ഹരിദാസ്, എം.ടി. സുധീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. CTV പ്രാദേശിക വാർത്ത മുക്കം.